பெருப்பு கும்மா எடுக்கு ஆட்டம் போடு கட்ட தரிப்பு லுக்கோ கலிப்பு தொட்டால் சிறப்பு தூக்கி பறத்து லைஃபோ நெருப்பு முட்டன் பெருப்பு கும்மா எடுக்கு ஆட்டம் போடு கட்ட தரிப்பு லுக்கோ கலிப்பு தொட்டால் சிறப்பு தூக்கி பறத்து டம 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 டும 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 டம 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 டும 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 വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഒരു 3-4 മണിക്കൂർ ടി വിന്ന് കണ്ണെടുക്കാൻ പറ്റാത്ത വിധം ഇവിടെ ഞങ്ങൾ ഓണാഘോഷം ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പൊട്ടി പൂരമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ തീരുമാനിക്കണമെങ്കിൽ ആദ്യത്തെ തിരികൊളുത്താൻ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയുടെ കാര്യക്കാരെ വിളിക്കണം. ലെറ്റ്സ് വെൽക്കം നമ്മുടെ സ്വന്തം കാര്യക്കാർ. ഓണാഘോഷമായി നമ്മുടെ ഫ്ലോറിന്റെ ആദ്യത്തെ ഓണം. ഉത്രാടപ്പൂ നിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പൂ നിലാവേവാ. എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. ഓക്കെ, ഇപ്രാവശ്യത്തെ നമ്മുടെ ആദ്യത്തെ ഓണമാണ്. കളറാക്കാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്, ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്, സ്കിറ്റുകളുണ്ട്, പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, എന്താ ഗെയിംസ് ഉണ്ട്. അങ്ങനെ എന്തൊക്കെ ഐറ്റം വേണോ അത് എല്ലാം ഇറക്കുന്നു. എന്തിനേറെ പറയുന്നു, സണ്ണി ലിയോണി വരെ ഇന്ന് ഇവിടെ വരും. പിന്നല്ല, അത് ഓരോരോ ഐറ്റം സദ്യക്ക് ഓരോരോ വിഭവങ്ങൾ വരുന്ന പോലെ ഓരോന്നോരോന്നായിട്ട് വരും. ആദ്യത്തെ വിഭവം ഞാനങ്ങോട്ട് വിളമ്പട്ടെ. ഒരു കിടിലൻ വേഴ്സറ്റൈൽ ആക്ടർ നമ്മുടെ കൂടെ ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്, സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട്. ത്രൂ ഔട്ട് ഈ ഇവന്റ് മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ആദ്യമൊക്കെ കോമഡി ചെയ്ത് നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചു, ഇടയ്ക്ക് ചിന്തിപ്പിച്ചു, ഇപ്പൊ പേടിപ്പിക്കുന്നുണ്ട്, കരയിപ്പിക്കുന്നുണ്ട്, നല്ല നല്ല വേഷങ്ങൾ ചെയ്ത് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ ഇത് ഐറ്റം വേറെയുടെ ഫ്ലോറിലേക്ക്, ഇന്നത്തെ ഓണാഘോഷത്തിലേക്ക് ലെറ്റ്സ് വെൽക്കം ജഗദീഷ് ഏട്ടൻ. ഒന്നിച്ചെടുത്തു കളിനകത്തു ചില്ലിട്ടളച്ചതല്ലേ. ഉന്നം മറന്നു തിന്നിപ്പറന്ന പൊന്നിൻകിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കളിനകത്തു ചില്ലിട്ടളച്ചതല്ലേ. വെറുതെ ഓരം കൊള്ളും മനസ്സേ പാവം നീയും പടിയും ചെക്കയുണരും പാലു വിറയും പക്ഷി പറയും ഭൂമിയിൽ പക്ഷി പറയും ഭൂമിയിൽ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയുടെ കുടുംബത്തിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ ജഗദീഷ് ഏട്ടാ സ്വാഗതം, വെൽക്കം. സന്തോഷം സന്തോഷം. ലോകമെമ്പാടുമുള്ള മലയാളി സുഹൃത്തുക്കൾക്ക് ഫ്ലവേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
എന്റെ അനുഭവം പരിചയം വെച്ച് പറയുകയാണ്, ഇത് ഐറ്റങ്ങൾ വേറെയാ. ഈ കൂട്ടത്തിലേക്കാണ് വേറെ തന്നെ ഐറ്റമായ ജഗദീഷ് ചേട്ടൻ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നത്. പ്രജോദ് ചേട്ടൻ നല്ലൊരു സ്വാഗത പ്രസംഗം. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ജഗദീഷ് ചേട്ടൻ എന്ന് പറയുന്ന ഒരു എനർജി വൈബാണ്. ഈ ഓണത്തിന് നമ്മുടെ കൂടെ കിട്ടുമ്പോൾ ഈ ഐറ്റം വേറെ എന്നുള്ളത് ഈ ഐറ്റം വേറെ ലെവലിലേക്ക് മാറും എന്നുള്ളതാണ്. ഓക്കെ, സന്തോഷം. എങ്ങനെയാണ് അടിച്ചു പൊളിക്കാൻ? നസീർ സംക്രാന്തി. അതെ, തീർച്ചയായിട്ടും. വിശേഷങ്ങൾ എന്ത് വേണം? അതെ. ഘനഗംഭീരമായ ശബ്ദത്തിനുടമയായ ജാഫർ ഇടുക്കി. പ്രജോദ് കലാഭവൻ. നാടൻ പാട്ട് വേണോ, പാരഡി വേണോ, എന്ത് വേണമെങ്കിലും റെഡിയാണ്. കോമഡിയും റെഡിയാണ്. ഗംഭീര ആങ്കർ ജീവ. എനിക്ക് നമ്മൾ പ്രതീക്ഷിച്ചത്. തീർച്ചയായിട്ടും. നിങ്ങൾ ചോദിച്ച ഏത് പാട്ട്, ഹിന്ദി വേണോ, തമിഴ് വേണോ, ഉറുദു വേണോ, ഏത് പാട്ടും ജഗദീഷ് ചേട്ടൻ. ഇങ്ങനെ ഒരു റിക്വസ്റ്റ് കേൾക്കാൻ ഞാൻ കാത്തിരിക്കുക. അവസാനം പ്രചോദനം തന്നെ പറയേണ്ടി വരും, ചേട്ടാ വിത്ത് ഡാൻസും ഉണ്ട്. കാരണം പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവരെ രസിപ്പിക്കുക എന്ന ദൗത്യമാണ് ഇത് ഐറ്റം വേറെ ഏറ്റെടുത്തിരിക്കുന്നത്. എല്ലാം കൊണ്ട് ഐറ്റം വേറെ ആയിരിക്കണം. കാരണം ഓണം എന്ന് പറയുമ്പോൾ കുറച്ച് പ്രതിസന്ധികളുണ്ട്, പരീക്ഷണങ്ങളുണ്ട്. ഈ കാലത്ത് നമുക്ക് എല്ലാം മറന്ന് ആസ്വദിക്കാൻ, രസിക്കാൻ, ചിരിക്കാൻ, സന്തോഷിക്കാൻ ഞങ്ങൾ റെഡിയാണ്. അപ്പൊ ആദ്യം ജഗദീഷ് ചേട്ടാ, ഓണം എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒരു ഓർമ്മയിൽ നിന്ന് തുടങ്ങാം. ഓണം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ എന്ന് പറയുന്നത്, ഞാൻ ഈ കുട്ടിക്കാലം മുതൽ തന്നെ ഒരു ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ ഓണക്കാലത്ത് റിലീസുകൾ, സിനിമ റിലീസുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ താല്പര്യത്തോടെ ഞാൻ നോക്കിക്കാണും. ഓണത്തിന് ഏത് സിനിമയാണ് റിലീസ് ചെയ്യുന്നത്. ഞാൻ ഓണത്തിൻ്റെ അന്ന് കഴിയുന്നതും അന്ന് റിലീസാകുന്ന പടത്തിൻ്റെ മോർണിംഗ് ഷോ തന്നെ കണ്ട് സായുജ്യം അടയാറുണ്ട്. അപ്പോൾ ഓണക്കാലത്തെ റിലീസുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഓർമ്മയാണ്. ആ സിനിമകൾ കണ്ട് ആസ്വദിച്ച് വളർന്ന ഒരു കലാകാരനാണ് ഞാൻ. ഇപ്പം അത്രയും, അതായത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടേഴ്സിന്റെ പടം ഒരേ സമയത്ത് ഓണർ റിലീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത്രയും ടൈറ്റ് കോമ്പറ്റീഷൻ ഇല്ലല്ലേ? അത് ചോദിച്ചപ്പോൾ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. ഈ ഓണക്കാലത്ത് എൻ്റെ 2 ചിത്രങ്ങൾ റിലീസാവുന്നു. അതേതൊക്കെയാ ചേട്ടാ? ഒന്ന് അജയന്റെ 2ാം മോഷണം, 2 കിഷ്കിന്ദ കാണ്ഡം. പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുകയാണ്, കണ്ട് രസിച്ച് ആസ്വദിച്ച് അഭിപ്രായം. അപ്പൊ ചേട്ടാ, ആദ്യം ചേട്ടൻ ഏത് പടം കാണും? നമുക്ക് കുഴയ്ക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കും. എല്ലാവരും പ്രേക്ഷകരെ 2 ചിത്രങ്ങളും കാണുക. അപ്പോൾ അതിനകത്ത് ഏറെ പക്ഷഭേദമില്ല. നമുക്ക് നല്ല എല്ലാ ചിത്രങ്ങളും വിജയിക്കട്ടെ എന്നുള്ളതാണ്. അതെ അതെ. ജാഫ്രിക്ക പറ, വിശേഷങ്ങൾ പറ. വിശേഷമുണ്ട്. പിന്നെ ഞാൻ ചേട്ടനോട് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ചേട്ടനൊരു റബ്ബർ പന്ത് പോലെ ഇങ്ങനെ കിടന്ന് അങ്ങോട്ട് തെറിക്കുമായിരുന്നല്ലോ സിനിമ. എന്നിട്ട് മാറിയിട്ട് ഇപ്പൊ ചേട്ടനൊരു കാര്യം ചെയ്യാം, റബ്ബർ പന്ത് അങ്ങോട്ട് എന്നെ കട്ട ഗംഭീരമായ ശബ്ദം പോലെയല്ലേ. ഇപ്പൊ ചേട്ടന്റെ ഒരു കട്ടിങ്സ് എങ്ങനെ ഉണ്ടല്ലോ, ഞാൻ സുല്ലു പറഞ്ഞിട്ടിരിക്കുന്ന ഒരാളാട്ടോ. ചേട്ടൻ ഇപ്പൊ അടിപൊളിയായിട്ട് വയസ്സം കഥാപാത്രമൊക്കെ എടുത്തിട്ട് അലക്കുമായിരുന്നു. അപ്പൊ ചേട്ടന്റെ 2 പടമല്ല, ചേട്ടന്റെ എല്ലാ പടവും നമ്മൾ കണ്ടിരിക്കും. ജാഫർ പറഞ്ഞ പോലെ കുറെ നാള് ചെറുപ്പമൊക്കെ കളിച്ച് നടന്നു. പിന്നെ എനിക്ക് മനസ്സിലായി പ്രായമായി, ട്രാക്ക് ഒന്ന് മാറ്റണം, ക്യാരക്ടർ റോൾസിലോട്ട് തിരിഞ്ഞു, സ്വഭാവം നടക്കും. അപ്പൊ ഞാൻ ജാഫറിന്റെ കൂടെ ചേർന്നു. നമുക്ക് പയ്യെ നമ്മുടെ ട്രാക്ക് ഒന്ന് മാറ്റിയാലോ? ഇന്ന് 2 ക്ലബ്ബുകൾ തമ്മിലാണ് ഇവിടെ മത്സരിക്കാൻ പോകുന്നത്. 2 ക്ലബ്ബ് വീറും വാശിയേറിയ മത്സരമായിരിക്കും. ആദ്യത്തെ ക്ലബിനെ വിളിക്കട്ടെ. ഓക്കെ, കലിംഗമുക്ക് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. കലിംഗമുക്ക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് വിളിക്കട്ടെ? വിളിച്ചോളൂ. ലെറ്റ്സ് വെൽക്കം കലിംഗമുക്ക് ഫ്രണ്ട്സ് അഥവാ KF. അങ്ങനെ ഒരുപാട് സ്നേഹത്തോടെ KF ക്ലബിലെ എല്ലാവരെയും ഇത് ഐറ്റം വേറെയുടെ ഓണാഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ക്യാപ്റ്റനാണോ ബാലചേട്ടൻ? എപ്പോഴും അങ്ങനെയാണല്ലോ. എന്നാൽ ബാലചേട്ടൻ ഇന്ന് തുടങ്ങാം. ഞങ്ങള് പുതിയ ബെൽറ്റാണിത്, മറ്റേ പഴയ ബെൽറ്റ് മാറ്റി. പഴയ ബെൽറ്റ് വിട്ടു. ഞാന് ബാലചേട്ടൻ, ടിനിച്ചേട്ടൻ, സെന്തില്, ബിജുക്കുട്ടൻ. ആമിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഏറം. ഞങ്ങള് ബാഡ് ബോയ്സ് ആണ്. ഞങ്ങളും ഉണ്ട്. അപ്പൊ ക്യാപ്റ്റൻ സംസാരിച്ചു തുടങ്ങട്ടെ. അതെ, തുടങ്ങട്ടെ പ്ലീസ് ക്യാപ്റ്റൻ. ഡെഫിനറ്റ്ലി இந்த ഓണം ഭയങ്കര സ്പെഷ്യൽ ഓണം. ഇപ്പം എല്ലാം അറിയാം, എല്ലാ പടങ്ങൾ ഇറങ്ങുന്നു, വിജയിക്കുന്നു, ഹിറ്റാവുന്നു. പിന്നെ ഓണത്തിന് ഞങ്ങളുടെ ഒരു പടം ഇറങ്ങുന്നു പറഞ്ഞാൽ ബാഡ് ബോയ്സ്. ഒരു കാര്യത്തിൽ ഞാൻ പറയാം, ബാഡ് ബോയ്സിന് പറയുന്ന പടം ഞങ്ങളുടെ പടമല്ല, നമ്മുടെ പടം. അത് ബാഡ് ബോയ്സ് എന്നാണ് ചിത്രത്തിന്റെ പേരെങ്കിലും നിങ്ങൾ ഗുഡ് ബോയ്സ് ആൻഡ് ഗേൾസ് ആണ്. ചേട്ടാ, അങ്ങനെ ആദ്യമേ തന്നെ പറയാൻ കുറച്ച് കഴിയട്ടെ നമുക്കത് പറയാം. ഞാൻ 2ാമത്തെ ടീമിനെ വിളിക്കട്ടെ. നിങ്ങൾക്കൊക്കെ സംസാരിക്കാനുള്ള അവസരം തരുന്നതായിരിക്കും. നിങ്ങളുടെ എതിർ ടീമിനെ അറിയണ്ടേ? വേണം. അവരുടെ പേര് കേട്ടോ, പാഞ്ചാലിപുരം പുഞ്ചിരി ക്ലബ്. പാഞ്ചാലിപുരം പുഞ്ചിരി ക്ലബ്.
കാര്യക്കാരെ നിങ്ങളുടെ ക്ലബിലോട്ട് അങ്ങോട്ട് തരും. ആ പിന്നെ ജാഫർക്ക് നസീർക്ക് ഉണ്ട്, പ്രചോദേട്ടനുണ്ട്. നിങ്ങൾ 3 പേര് പാഞ്ചാലിപുരം പുഞ്ചിരി ടീമാ. 100 കോഴിക്ക് അരക്കാട മതി. ആ ഇല്ല, സംഭവം നല്ല കോംപ്ലിമെന്റ്. അല്ല ഞങ്ങൾ ജയിച്ചു. അല്ല അതിന്റെ ലീഡർ കോഴി അവനാന്നോ? ക്ലബിലേക്ക് 3 പുതിയ അംഗങ്ങളോടുണ്ട്. ഒന്ന് പ്രചോദേട്ടൻ, ഒന്ന് നസീർക്ക, ഒന്ന് ജാഫർക്ക്. പിന്നെ സ്വാധീനം ഏതെങ്കിലും വഴിക്ക് ചെലുത്തിയാൽ ഈ മുതലിനെ കിട്ടുമോ? ഇല്ല അത് പറ്റില്ല. അല്ല, കാരണം ഇത് 1.5 ഐറ്റം വേറെയാണ്. അതുകൊണ്ട് ജഗദീഷ് ചേട്ടൻ ഒരു ടീമിലും ഇല്ല. എല്ലാം നോക്കി നടത്തുന്ന ഇന്നത്തെ മെയിൻ കാര്യക്കാരാണ് ജഗദീഷ് ചേട്ടൻ. അല്ല, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും. ജയിക്കുന്ന ടീമിനുള്ള ട്രോഫി ആയിക്കോട്ടെ, ഇതെടുത്തോളാം. മതി. മുക്ക് ക്ലബും പാഞ്ചാലിപുരം പുഞ്ചിരി ക്ലബും രണ്ടുപേരും സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ്. ചേട്ടാ അതെന്താ ചേട്ടാ ഈ പാഞ്ചാലി പുഞ്ചിരി എന്ന് പറഞ്ഞാൽ എന്താണ്? പാഞ്ചാലിപുരം പുഞ്ചിരി എന്ന് പറഞ്ഞാൽ ഈ ഓണത്തിന് പ്രേക്ഷകർക്ക് ഇവർ പുഞ്ചിരി സമ്മാനിക്കും. മനസ്സിലായില്ലേ? പ്രേക്ഷകരുടെ മനസ്സിൽ ആ പുഞ്ചിരി വിടർത്താനാണ്. ഇവര് കലിങ്കിലിരുന്നത് കാണും. നമ്മളെല്ലാം പുഞ്ചിരിച്ച് കാണും. പക്ഷെ ഇവര് കലിങ്കിലിരുന്നെങ്കിലും ഇവര് പൊതുജന സേവനമാണ് നടത്തുന്നത്. കലിങ്കിലിരുന്ന് എവിടെ അനീതി നടന്നാലും എവിടെ അക്രമം നടന്നാലും അത് ചൂണ്ടിക്കാണിക്കാൻ കലിങ്ക് മുക്കിലെ ധീരരായിട്ടുള്ള ലോകത്തിൽ നടക്കുന്ന എല്ലാം ഈ കലിങ്കിലൊന്ന് ഗൂഗിളാണത്. അതെ, ഇപ്പൊ നമ്മുടെ നാട്ടിലെ ക്ലബുകളിലെ മത്സരമൊക്കെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എല്ലാവരും ടിവിയുടെ മുമ്പിലായിരിക്കുന്ന വളരെ നല്ല കാര്യം. നമ്മുടെ മത്സരങ്ങൾ ടിവിയുടെ മുമ്പിലിരുന്ന ആൾക്കാർ കാണും, നമ്മുടെ പ്രേക്ഷകർ കാണാൻ പോവാണ്. നിങ്ങൾ ഇനി സൗഹൃദപരമായ സംഭാഷണങ്ങളില്ല, ഇനി വീറും വാശിയേറിയ മത്സരം മാത്രം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ പിച്ച് ചീന്താൻ നിൽക്കുന്ന കുഞ്ഞന്മാരെ പോലെ നിങ്ങൾ പെരുമാറും. എനിക്ക് അതിനു മുമ്പ് ഇവരോടെല്ലാം പറയാനുള്ളത്, ഇവർക്ക് ആത്മവിശ്വാസം പകരാനായി എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അതെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ചേട്ടന്റെ പാട്ടാണോ? വീട്ടിലെ കറുത്ത പെണ്ണേ മീനാക്ഷി താദിനന്ദ 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 ദയ്യന്താര താദിനന്ദ 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 ദയ്യന്താര ചെറുകുറുക ചെറുകുറെല്ലാം പരിപാകുന്നേ ചെറുകുറുക ചെറുകുറെല്ലാം പരിപാകുന്നേ അടുത്ത വീട്ടിലെ കറുത്ത പെണ്ണേ മീനാക്ഷി താദിനന്ദ 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 ദയ്യന്താര 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 താദിനന്ദ 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 ദയ്യന്താര. അപ്പൊ 2 ക്ലബും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടം നമ്മൾ തുടക്കം കുറിക്കാൻ പോവുകയാണ്. സെന്തിൽ ബ്രോയ്ക്ക് ഏതെങ്കിലും ക്ലബിലേക്ക് കയറണമെന്നുള്ള ആഗ്രഹമുണ്ടോ? എനിക്കൊരു 100 കോടി ക്ലബിൽ കയറി. ഓക്കെ, അപ്പൊ ഗൈസ്, ഞാൻ ജഗദീഷ് ചേട്ടന്റെ കാര്യക്കാര് സൈഡിൽ അസിസ്റ്റന്റ് ആയിട്ട് നിന്നാൽ മതിയല്ലോ. എനിക്ക് അങ്ങനെ ഇന്ന ക്ലബ് ഒന്നും ഇല്ലല്ലോ. ഇല്ല. പക്ഷെ എന്നെ ഇമാരുടെ കൂടെ നിർത്തി എന്നതിനാ ഇവിടെ വരാം. അവർക്ക് ഞങ്ങളോട്ട് പോവാണല്ലേ? അല്ല, അത് നമ്മളെ വലിയ വില കൊടുക്കേണ്ടി വരും. വലിയ വില ഒരു പരിപാടിയില്ല. നമ്മൾ തെറ്റായി. ഓക്കെ, ഡേനിതും തുടങ്ങാം. ഓണമായിട്ട് 2 വാക്ക്. അല്ല, ഓണം നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ ഫ്ലവേഴ്സ് കുടുംബത്തിൽ നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോ ഇത് ഐറ്റം വേറെ ആയതുകൊണ്ട് തന്നെ ഓണം വേറെ രീതിയിൽ ആഘോഷിക്കാന്ന് വിചാരിച്ചിരിക്കുക. അലഞ്ചീന ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ഐറ്റം വേറെയാണ്. അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണാം ഫ്ലവേഴ്സിന്റെ ഒപ്പം ഓണാഘോഷം. ഇത് വേറെ എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തായാലും വേറെ ഓപ്പോസിറ്റ് ടീം ആണല്ലോ. നിങ്ങൾ എന്തായാലും തോൽക്കാൻ തന്നെ തീരുമാനിച്ചു. നിങ്ങൾ എന്തായാലും കട്ടയ്ക്ക് നിൽക്കും. ഇതെന്നാ വല്ല ഗുസ്തി മത്സരം പറ്റിയാണോ? അല്ല, ഞങ്ങൾ എന്തായാലും സ്ട്രോങ് ആയിരിക്കും. ഞങ്ങളെ കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ഓക്കെ, കുടുംബത്തോടൊപ്പം ഐറ്റം വേറെയാണ്. ഞങ്ങളും പുതിയ ഐറ്റങ്ങളുമായിട്ട് മുമ്പോട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ ഒരു ഐറ്റം ഇട്ടാൽ ഞങ്ങൾ 2 ഐറ്റം അങ്ങോട്ടേക്ക് ഈ പറയുന്നത് കുറച്ച് പഴയ ഐറ്റം ആണല്ലോ.
ചേട്ടാ പ്രിയമുള്ളവരെ എന്തോ? ഈ കലങ്ക് ടീമിന്റെ കളികൾ നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ, ബാക്കി നമുക്ക് തട്ടേ കാണാം. ഓക്കെ. ഞാനൊരു കാര്യം പറയാം. കലുങ്ക് ടീമും പുഞ്ചിരി ടീമും ജയിക്കുമെന്ന് വിചാരിക്കണ്ട. ഇവിടെ തർക്കിച്ച് ജയിച്ചാലും അല്ല തർക്കിച്ചാലും മത്സരിച്ചാലും ജയിക്കാൻ പോണോ ജഗദീഷ് ചേട്ടനായിരിക്കും. ജഗദീഷേട്ടൻ ജയിച്ചാൽ അതല്ലെങ്കിൽ ജഗദീശേട്ടൻ പാട്ട് പാടി തോപ്പിക്കും നമ്മൾ. ഓക്കെ, സെന്തിൽ ബ്രോ. ഞങ്ങള് ഇന്ന് എന്തായാലും ജയിക്കും. കാരണം ഞങ്ങള് ടീം എന്ന് പറയുന്ന ഈ 4 പേരും ഞങ്ങള് ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമയിലെ ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ ഭയങ്കര ശക്തമായിട്ട് ആ ഒരു ബോണ്ട് എന്തായാലും ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. അവിടെ ഇന്ന് വെള്ളം കുടിക്കുന്ന നമുക്ക് കാണാം. വലിച്ചേട്ടാ, ആത്മാർത്ഥമായിട്ട് പറയണമെങ്കിൽ മത്സരം വേറെ, പക്ഷേ ഇങ്ങനെ ഒരു കുടുംബത്തോടെ നിന്ന് ഈ വേദിയിലെ ഓണം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും ജയിച്ചു. പക്ഷെ എന്നാലും ഒരു കാര്യം പറയാറ്, ഞങ്ങളെ ജയിക്കും. എന്തിനാ അല്ലേ? കൊഞ്ചം ലാജിക്കലായി തിങ്ക് പണി ലാജിക്കലി തിങ്ക് പണേ. നിങ്ങൾ ജയിക്കുവോ? ഒരു സെക്കൻഡ് ജയിക്കുവോ? ഞങ്ങൾ ജയിക്കും. ലോജിക്കിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നല്ലതുപോലെ പെർഫോം ചെയ്യുന്നവരെ ജയിക്കും. പാഞ്ചാലിപുരം പുഞ്ചിരി ടീമിന്റെ ആൾക്കാർ സംസാരിക്കണ്ടേ? ആ ടീമിനെ കണ്ടപ്പോ ഞാൻ കീഴടങ്ങാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അപ്പോഴാണ് ബീന ചേച്ചി വന്നിട്ട് പറഞ്ഞു, നമ്മൾ രണ്ടുപേരും കഴിഞ്ഞ പ്രാവശ്യവും ഒരു ടീമിലായിരുന്നു, ഇപ്രാവശ്യം ഒരു ടീമിലാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തോറ്റു. ഇപ്രാവശ്യം ഞാൻ ജയിക്കാൻ വേണ്ടി ഒത്തിരി ഒരുപാട് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ബീന ചേച്ചിയാണ് എന്റെ ധൈര്യം. അമല പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെല്ലാം ഒരു ടീമിലായിരുന്നു. തോറ്റ കഥ ഞാൻ അല്ല, പ്രചോദനപരമായ ഗെയിമിലൊക്കെ ചിലപ്പോ തോറ്റു പോകുക, തോൽവിയും ജയിക്കൊണ്ടല്ലോ. പക്ഷെ ബുദ്ധിപരമായിട്ട് എന്റെ ബീന ചേച്ചി ജയിക്കും. കണ്ടറിയണം നിങ്ങളുടെ ടീമിന് എന്താ സംഭവിക്കുന്നത്. അപ്പുറത്തെ ടീമിന്റെ ആവേശം കാണുമ്പോൾ എനിക്ക് ആദ്യം പറയാൻ തോന്നുന്നത് അണയാൻ പോകുന്ന തീ എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ ഓപ്പോസിറ്റ് ടീമിന് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആണ്. പക്ഷെ ഞങ്ങൾക്ക് കോൺഫിഡൻസ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ ട്രൈ ചെയ്തു, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് അംഗത്തട്ടിൽ കാണാം. തോൽവി സമ്മതിച്ചു. തൊട്ട് മുൻപ് ഒരു ആത്മവിശ്വാസം വളരെ ഉണ്ടാവും. നിഷ്പക്ഷമായി പറയുകയാണെങ്കിൽ ബീനയുടെ ഈ വിനയത്തിന്റെ വാക്കുകളിലൂടെ അവരൊന്ന് സ്കോർ ചെയ്തിട്ടുണ്ട്. അതാണ് പ്രചോദേട്ടാ, ഇപ്പൊ കാര്യക്കാരല്ല, ആ ടീമിന്റെ ഒരു അംഗമാണ് പാഞ്ചാലിപുരം പുഞ്ചിരി ക്ലബ്. പറയൂ. എനിക്ക് ടീമിനോട് എത്ര പറയാനുള്ളൂ, ഞങ്ങൾക്ക് കലന്തല്ലി പൊട്ടിക്കലോ വടംവലിയോ എന്താന്ന് വെച്ചാൽ കൊടുക്കുക, അടിച്ച് കേറി മക്കളെ. ഏത് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയാലും വേണ്ടില്ല, ആര് ജയിച്ചാലും ആര് തോറ്റാലും ഈ അയ്യോ സോറി അയ്യോ, ആദ്യം തന്നെ ചോറിവിടെ കൂറവിടെ. പ്രോഗ്രാമിന്റെ പേര് തെറ്റായിട്ട് സംസാരിച്ച കാരണത്തിനാൽ നിങ്ങൾ തോറ്റു. അങ്ങനെ കയ്യബദ്ധം പറ്റിപ്പോയി. ഈ ചാനൽ ഏതാണ്? വർക്ക് ഞാനൊന്ന് പറയട്ടെ. വർക്ക് പൂച്ചയുടെ പേരാണ്. എന്റെ പൂച്ചയുടെ പേര് വെച്ച് എന്നെ വിളിക്കാൻ അപ്പൊ എന്തായാലും എങ്ങനെ ഏറ്റുമുട്ടിയാലും ഇത് ഐറ്റം വേറെ ഓണാകും. ഐറ്റം വേറെ ആയിരിക്കണം. ഐറ്റം വേറെ ആയിരിക്കും. ചാനൽ ഏതാ പറ? നീ അവിടെ പോയി ഏത് സ്ഥലത്താണ് നാവുപിഴ എന്ന് പറയുന്ന സംഭവം അതായിട്ട് ആർക്കും സംഭവിക്കാം. നാവുപിഴ ഞങ്ങൾ ഈ പൂഞ്ചാലിപുരം പഞ്ചരി ക്ലബ്ബ് അയ്യോ അതെ പോയി പെൻഷൻ മേടിച്ചിട്ടുണ്ട്. മത്സരം തുടങ്ങുന്നതിന് മുമ്പ് പാഞ്ചാലിപുരം തോക്കുള്ളൂ. അവരുടെ ക്യാപ്റ്റനായ ബക്കൂർ ചേട്ടൻ എത്തി. ക്യാപ്റ്റൻ പ്രചോദ എങ്ങോട്ടാന്നുള്ള തീരുമാനത്തിലെത്ത്. പേരിൽ ഇപ്പോഴൊരു തീരുമാനമായി. ക്യാപ്റ്റൻ നിങ്ങൾ തന്നെ. ക്യാപ്റ്റൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉയർത്തി കാണിക്കാമല്ലോ. ഇതാ ക്യാപ്റ്റൻ, ആരും ഒന്നും ചെയ്യല. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ പുഞ്ചിരി ടീമിന്റെ ഓണാശംസകളാണ്. ഇനി അടുത്തത് എല്ലാവരും വെല്ലുവിളിയായിരുന്നു. വെല്ലുവിളിയാണ് നിങ്ങൾ എന്നിൽ നിന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ
നിങ്ങൾക്ക് ഞാൻ ഒറ്റയ്ക്ക് മതി, ഇവരാരും വേണ്ട. അത് വെല്ലുവിളി. ശരി, നിന്നോട്ടെ. രണ്ട് ക്ലബിലെ മെമ്പേഴ്സ് തൽക്കാലം ഒന്ന് സംയമനം പാലിക്കണം. ഗെയിമിലേക്ക് തുടങ്ങുമ്പോൾ നിങ്ങളുടെ വാശി കൊണ്ടുപോവാ. അല്ല സീരിയസ് ആണ്. ഒരു മരുന്ന് വേണം. പ്രചോദ് പ്രേം നസീർ ഇതേ ചെന്നി വന്ന പോലെ ഉണ്ട്. അപ്പൊ എനിക്ക് നീ ജഗദീശേട്ടൻ ചെയ്തപ്പോൾ അതുപോലെ ഞങ്ങളുടെ ടീമിലെ അജിയന്ദ്രനാണ് കൊണ്ടുവരിക്കുന്നത്. അത് നീ ഒരു കാര്യം പറയട്ടെ, ഇറക്കിട്ട് പറഞ്ഞാൽ അവിടെ നിന്ന് മടുത്തു എന്ന് പറഞ്ഞിട്ട് എല്ലാ ടീം അംഗങ്ങളും അവരവരുടെ കൂട്ടി കയറേണ്ടതാണ്. അതല്ല പറഞ്ഞേ. ഇവിടെ പ്രേമ ജോഡികളായിട്ട് വലസിയപ്പോ അവരുടെ ടീമിൽ നിന്ന് എന്നെ ഒരുത്തൻ തട്ടിക്കൊണ്ടുപോയി. അറിഞ്ഞില്ല. ഭാഗ്യത്തിനെ തിരിച്ചു കിട്ടിയ ആര് വിളിച്ചാലും അപ്പുറത്തെ ടീമിൽ പോകരുത്. എന്നെ ഞാൻ തന്നെ ശ്രദ്ധിക്കേണ്ട അവസ്ഥയാ. പലരും അറിഞ്ഞിരുന്നു, ആരും ശ്രദ്ധിക്കാതിരുന്നതാ. പിന്നെ ഒരു പ്രത്യേക ഒരു താങ്ക്സ് ഉണ്ട്. ഈ പ്രേമ ജോഡികൾ അവിടെ കളിച്ചപ്പോ തീയിട്ടേ നന്നായി. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ പിന്നെ പതിയെ ഗെയിംസിലേക്ക് അങ്ങോട്ട് കയറിയാലോ. ഗെയിമിന് മുമ്പ് അടുത്തായിട്ട് നമുക്ക് ഓരോ ക്ലബിന്റെയും ശക്തി പ്രകടനം. ആദ്യം KF-ന്റെ ശക്തി പ്രകടനം. ഒരു ഓളം വെട്ട് ആർപ്പ് വിളി. ഓക്കെ, 3, 2, 1 KF. ഒന്നുകൂടെ. ഓക്കെ, കണ്ടല്ലോ. ഇനി PPC-യുടെ ശക്തി പ്രകടനം. ഇതിനകത്ത് പെർഫോമൻസ് തുല്യമാണെങ്കിൽ തന്നെയും ഓണവുമായി ബന്ധപ്പെട്ട ആർപ്പുവിളി നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ആർപ്പോ ഇറോ ഏവർക്ക് ഒരു ചാൻസ് അത് കൊടുക്കാൻ പറ്റില്ല. അല്ലെ, കോമ്പറ്റീഷൻ റിസൾട്ട് കഴിഞ്ഞു. ഇനി അവർക്ക് ആർപ്പോ ഇറോ അവസരം കൊടുക്കും. ഒരു അവസരം കൊടുക്കും. അപ്പൊ ഗെയിമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ കലുങ്ക് മുക്കിന് 1 പോയിന്റ്. ഓക്കെ, ഇനി നമ്മൾ വലതുകാലം വെച്ച് ഗെയിമിലേക്ക് കയറുന്നു. ഓക്കെ, വലതുകാലം വെച്ച് നമ്മൾ മത്സരത്തിലേക്ക് കയറാൻ പോവാണ്. ആദ്യത്തെ ഐറ്റം തലയണയടി മത്സരം. അതിനു മുമ്പ് ഒരു ആർപ്പ്. KF-ന്റെ ടീമിൽ നിന്ന് PPC-യിലെ ജാഫ്രിക്കയോട് മത്സരിക്കാൻ ആര്? ഞങ്ങളുടെ ഉണ്ണിയാർച്ച. ഞങ്ങളുടെ ഉണ്ണിയാർച്ച. അപ്പോ ജാഫ്രിക്കെതിരെ റിനീഷ. ഒരു മയത്തിലൊക്കെ അടിക്കാവുള്ളൂ. പ്രൊഫഷണൽ ജലസി തീർക്കാൻ പറ്റുന്ന സ്ഥലമായിട്ട് ഇതിനെ കാണരുത്. ഹെൽപ്പ് ചെയ്യോ? വിജയിച്ചു വരൂ. അപ്പൊ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവണം. തിരിഞ്ഞു കയറാം, എന്നിട്ട് ഇത് മതി, ഈ ഇരിപ്പ് മതി. ആറ്റിറ്റ്യൂഡ് അതാ ആരവത്തിലും. ഓക്കെ, അപ്പം വാശിയേറിയ തലയണ അടി മത്സരം തുടങ്ങാൻ പോവാണ്. ചേട്ടാ, ഒരു കാര്യം ധൈര്യമായിട്ട് പറ. എന്റെ ടീം മെമ്പേഴ്സിനോടാണ്. ഡിസ്ക്ലെയിമറാ, ജയിക്കോ തോൽക്കോ എന്നൊന്നും നോക്കരുത്. വേണ്ട. അല്ല, മോള് കേറി ഇരുന്നപ്പോ തന്നെ ജയിച്ചു. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഞാൻ തല്ലുമ്പോ ഒരു കാര്യം ഞാൻ ആലോചിക്കാം, പാപ്പാടെ പ്രായം ഉണ്ടല്ലോ. ജാഫ്രിക്കയുടെ മുഖം കണ്ടാ അറിയാം ഒരു ദാക്ഷിണ്യം ഇല്ലാത്ത. ദൈവമേ, കൊലച്ചിരിയാണല്ലോ. ഓക്കെ, റെഡി? എല്ലാരും റെഡിയാണോ? ബാക്കി ടീം അംഗങ്ങളെല്ലാം 2 സ്റ്റെപ്പ് പുറകോട്ട് നിന്ന് ആദ്യം ഒരു ഷെയ്ക്കാൻഡ് കൊടുത്തോ. സൗഹൃദത്തിൽ തുടങ്ങാം. തളരരുത്, ഫൗള് കാണിക്കരുത്. ഈ കാല് അങ്ങോട്ട് ആ ഏരിയയിലോട്ട് പോകാൻ പാടില്ല. ഈ തലയെണ്ണ വെച്ച് മാത്രമാണ് ഫൈറ്റ് ചെയ്യേണ്ടത്. പിന്നെ മനസ്സിൽ വിദ്വേഷം പാടില്ല. പിന്നെ ഇത്ര വിദ്വേഷം വെച്ചിട്ട് അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല. അത് പാടില്ല. പിന്നെ അത്ര ദേഷ്യപ്പെടുന്ന മാത്രമല്ല, ഇതിൽ റെസ്റ്റ് ചെയ്യരുത്. കൈയെടുക്കോ. ഒരു പെൺകുട്ടിയാണെന്നുള്ള ചിന്ത വേണം. അങ്ങനെയൊന്നുമില്ല. പെൺകുട്ടികളും ആൺകുട്ടികളും വ്യത്യാസമില്ല. എല്ലാവരും തുല്യരാണ്.
അങ്ങനെ പെണ്ണെന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് കാണേണ്ട കാര്യമില്ല. കൊല്ലരുത് ഇക്ക, കൊല്ലരുത്. ജഗദീഷേട്ടാ, നമുക്ക് തുടങ്ങാം. യെസ്, എല്ലാ ടീം അംഗങ്ങളും കുറച്ച് മാറിയുന്നേ. റെഡി? KF-ന് വേണ്ടിയിട്ട് റിനീഷ ഇറങ്ങുന്നു. ഞാൻ സ്റ്റാർട്ട് പറയാം. PPC-ക്ക് വേണ്ടിയിട്ട് ജാഫറിക്ക. ജഗദീഷ് ചേട്ടന്റെ കൗണ്ട് ഡൗണിൽ തുടങ്ങും. And the countdown starts now. It is 10, 9, 8, 7, 6, 5, 4, 3, 2, 1, start! വാശിയേറിയ മത്സരമാണ്. ഇടുക്കിയിൽ നിന്നും കലയുടെ മത്സരിച്ച് ജയിച്ച് അതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ നേരത്തെ തലേനേട്ട് പ്രയോഗിക്കാൻ പാടില്ല. ഇങ്ങനെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലണോ ജാഫർക്ക? പക്ഷേ ജഗദീഷ് ചേട്ടാ, വീഴാൻ പോകുമ്പോ ഇങ്ങനെ കയറി പിടിക്കുന്നത് ഫൗൾ അല്ലേ? ഇത് കഴിഞ്ഞ് വീഴാൻ നേരത്തെ ഇവിടെ ഇങ്ങനെ പിടിക്കാൻ പാടില്ല, കൈ കൊണ്ട് പിടിക്കാൻ പാടില്ല. കൈ കൊണ്ട് അഥവാ പിടിച്ചാൽ അത് പരാജയമാണ്. പിന്നെ വീണ്ടും ബാലൻസ് ചെയ്യാം, പക്ഷെ കൈ കൊണ്ട് ഇങ്ങനെ ഫുള്ളി പിടിക്കാൻ പാടില്ല. ഇതിപ്പോ ഒരു ട്രയൽ ആയിട്ട് കണ്ടാ മതി. ശരി, റെഡി? പിടിച്ചോളൂ. റെഡി? ട്രയൽസ് കഴിഞ്ഞു, നമ്മൾ തുടങ്ങാൻ പോവാണ്. ഞാൻ പറയാം. And ready? And it is 3, 2, 1, start! ഈ ജഡ്ജ് കണ്ടാണ് ഞങ്ങൾ ജയിച്ചത്. ഒരാള് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അടി തെറ്റിയാൽ ജാഫറും വീഴും. അങ്ങനെയൊക്കെ ശരിയാ. പെണ്ണ് വീണപ്പോഴത്തേനും സംരക്ഷിക്കാൻ എല്ലാവരും ഉണ്ടായി. ആണ് വീണിച്ചപ്പോ ഒരു കൈ തരാൻ അതായി അല്ലല്ല, ആ വിഷമം നമ്മൾ അംഗീകരിക്കണം. കോമഡി. ഇത് ഐറ്റം വേറെ. ഓണാഘോഷത്തിലെ ആദ്യത്തെ മത്സരമായ തലയണേടിയിൽ ജാഫറിക്ക് മലർത്തിയടിച്ച് KF-ന്റെ റിനീഷ. ഹലോ നാടോടി നൃത്തം കഴിഞ്ഞ മ്യൂസിക് മാറ്റി വേറെ വല്ല അടിച്ചുപൊളി. ഒരു സെക്കൻഡ്. ഇതിന്റെ വിന്യാസ് തീർച്ചയായിട്ടും കലുങ്ക് മുക്ക് ക്ലബ്ബ് തന്നെയാണ്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കാനുള്ളത് ജാഫറിനെയാണ്. തീർച്ചയായിട്ടും വോളണ്ടിയർ ചെയ്ത് ഈ മത്സരത്തിന് റെഡിയായ ജാഫറിന് ഒരു വലിയ കൈയടി കൊടുക്കണം. അത് നല്ല സ്പിരിറ്റ് ആണ്. അതിന് എല്ലാവരും സ്പിരിറ്റ് കൈയടി കൊടുക്കും. ഈ മ്യൂസിക് ഇട്ട് എന്തിനാണെന്ന് അറിയട്ടെ? ഒരു മ്യൂസിക് ഇട്ടില്ലേ, അത് തമിഴ്നാട്ടിൽ ശവം കൊണ്ടുപോകണമാണ്. അപ്പൊ ജാഫറിക്ക കൂളിംഗ് ഗ്ലാസ് വെച്ച് കൊടുക്കും. സിനിമാ രംഗത്ത് അഭിനയത്തില് ആരും മലർത്തിയടിക്കാൻ കഴിയാത്ത ഒരു പ്രതിഭാസമാണ്. എത്ര കഥാപാത്രങ്ങൾ അവിസ്മരണീയമായ കഥാപാത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ജാഫർ ഇടുക്കിക്ക് ഒരു വലിയ കൈയടി. തമിഴ്നാട് താളം വേണ്ട, ഇത് മരണപ്പൊട്ടാണ്. ആ നാടോടി നൃത്തം കഴിഞ്ഞെങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് വരേണ്ടതാണ്. റൗണ്ട് നമ്പർ 2. ജീവ, എനിക്കും പ്രചോദനം പോവാൻ സമയമായി. എവിടെയും പോകുന്നില്ല. റൗണ്ട് 2. എന്റെ ഒരു അഭിപ്രായത്തിൽ KF-ൽ നിന്ന് സെന്തിൽ ബ്രോ വരട്ടെ. PPC-യിൽ നിന്ന് ഷാനവാസ്. ഇത് വാശിയേറിയ മത്സരം. ഇത് തീ പാറും. PPC-ക്ക് വേണ്ടിട്ട് ഷാനവാസ്. കമോൺ. KF-ന് വേണ്ടിട്ട് സെന്തിൽ. അവിടെ തുള്ളിയാണ് വരുന്നത്. റിനീഷനെ കയറ്റാൻ അപ്പുറം ഇപ്പുറം നിൽപ്പുണ്ടായില്ല, ഇവിടെ കയറ്റിയോണ്ട് കയറ്റി. അതെങ്ങനെയാലും വലിഞ്ഞു കയറിക്കോളും. കമോൺ സെന്തിൽ ബ്രോ, കയറിക്കോ. തലയണേടി മത്സരം റൗണ്ട് 2. 1, 2, 3, start! നിങ്ങള് പോത്തോട് പോകാൻ നോക്കിയിരിക്കല്ലേ? കണ്ണുകൊണ്ട് കളിക്കാതെ ഷാനവാസ അടിക്കേ. തേങ്ങ ഉടക്കി സാമി.
അതെ നിങ്ങളൊരു ഗെയിമിന് കയറിയിരിക്കുക. അടിച്ചോ അടിച്ചോ വേറെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കട്ടെ. ലെവലിൽ നിൽക്കുകയാണ്. അടി അടി ഇതല്ലേ ഈന ആന്റണി ഷാനവാസിനെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കമോൺ ഈനയ്ക്ക് സെൽഫി, come on. കാരണം ആഗ്രഹമുണ്ട്. കമോൺ സെന്തിൽ, യു ക്യാൻ ഡു ഇറ്റ്. കമോൺ ചാലവാസ്, യു ക്യാൻ ഡു ഇറ്റ്. പറ്റത്തില്ലേ, ഇറങ്ങിപ്പോ. അടിയടാ അടിച്ചിട്. ഈ മത്സരത്തിൽ മനസ്സിലായിട്ടില്ല. ഇതിൽ ജയിക്കുമോ ഷാനവാസ്? വവ്വാല് തൂങ്ങിക്കിടക്കും പോലെ സെറ്റിൽ. ഷാനവാസിക്ക, ഷാനവാസിക്ക. ശവം കൊണ്ടോടെ പാട്ട്. അത് പാട്ട് അവിടെ കേൾക്കട്ടെ. നമുക്ക് കണ്ടാ മതി. അയ്യോ അനങ്ങണ്ട. ഞാൻ വിചാരിച്ചു ചാമ്പ്യൻ ആയിരിക്കും. ഈ മത്സരത്തെ പറ്റി ജാഫ്രിക്ക് എന്തോ പറയാനുണ്ട്. മിസ്റ്റർ ജീവ, എനിക്ക് ഈ മത്സരത്തെ കുറിച്ച് ഒന്ന് പറയാനുണ്ട്. ഈ മത്സരത്തിൽ അപ്പുറം സെന്തിൽ മത്സരിച്ചു, ഇപ്പുറം ഷാനവാസ് മത്സരിച്ചു. പക്ഷേ സെന്തിൽ ഇവിടെ നിൽക്കുന്ന എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ഷാനവാസിന് പ്രോത്സാഹനം വളരെ കുറവായിരുന്നു. പക്ഷേ ഷാനവാസിന്റെ ബലത്തിൽ ഷാനവാസ് അടിച്ച് ജയിച്ചു എന്നുള്ള കാര്യത്തിൽ ആദിയായ സന്തോഷമുണ്ട്. 1980 തലേണേടി മത്സരം റൗണ്ട് 2ന്റെ വിജയം പ്രഖ്യാപിക്കില്ല. തോൽക്കാനുള്ള കാരണം ഞാൻ വ്യക്തമാക്കാം. രണ്ടാം റൗണ്ട് മത്സര വിജയി പാഞ്ചാലിപുരം പുഞ്ചിരി ക്ലബ് ഷാനവാസ്. ഷാനവാസ് നേരത്തെ പ്രചോദനം അടിച്ച 1980 ഐറ്റം മലർത്തി അടിക്കുന്ന തിരിച്ചേട്ടന്റെ ഏറ്റവും മുതൽ 2024 ഐറ്റം. ഞങ്ങളുടെ ടീമിന്റെ കൂടെ വന്നിട്ട് ഇതുപോലത്തെ വൃത്തികേട് കാണിച്ച സപ്പോർട്ട് അടിക്കണേ. അവര് പുതിയ ഐറ്റം പറയട്ടെ. അതൊരു പണിയാ. ടീം തന്നെ ടിനിയുടെ പുതിയ ഐറ്റം. ടിനി ഏറ്റവും പുതിയ ഒരു ഇനവുമായിട്ട് വരെയാണ്. അത് നമുക്ക് കാണാം. പുതിയ ഐറ്റം ഉണ്ട്. പക്ഷെ എന്നെ ബിജു കൂടെ പോലീസ് പിടിക്കും ബ്രഹ്മയുഗം ചെയ്താൽ. ജയിക്കല്ലേ പ്ലീസ്, ഞങ്ങൾ ജയിച്ചിരിക്കണം. ടിനി എന്താണ് എന്തെങ്കിലും പ്രസന്റ് ചെയ്യാൻ? ഒന്നുമില്ല. പുതിയ ഐറ്റങ്ങളൊന്നും വേണ്ട. 2 സെന്റൻസ് പുതുമയോടെ പറയുക. 2 സെന്റൻസ് എന്തെങ്കിലും 2 സെന്റൻസ് പുതുമയോടെ പറയുക. അത് പുതുമയുണ്ടെങ്കിൽ എല്ലാവരും കൈയടിക്കണം. ഒന്നുമില്ല. ഇത് പറഞ്ഞാൽ നിർബന്ധിക്കേണ്ട ഒന്നുമില്ല. ഒന്നുമില്ലേ? അപ്പോ അങ്ങനെയാണ് പ്രചോദനത്തിന്റെ പഴയ ഐറ്റം വിജയിച്ചായിട്ട് പ്രഖ്യാപിക്കുന്നു. അല്ല, ഞാൻ പറഞ്ഞുതരാം. 2 സെന്റൻസ് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞുതരാം. ഐറ്റം ഇതാണ്, ഇത് ഐറ്റം വേറെ എന്നുള്ളതിൽ ഇന്നലെ അവതരിപ്പിച്ചാലും പുതുമയുണ്ട്, ഇന്ന് അവതരിപ്പിച്ചാലും പുതുമയുണ്ട്, നാളെ അവതരിപ്പിക്കുന്നതിലും പുതുമയുണ്ട്. 3 പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ? 2 സെന്റൻസ് നല്ലേ പറഞ്ഞത്. അതല്ലേ പറഞ്ഞേ. ജഗദീശേട്ടൻ ആരുടെയും ടീമിലാവാത്ത എന്താ പുതുമയുള്ള 2 സെന്റൻസ് അല്ലേ പറഞ്ഞത്? ഞങ്ങൾക്ക് കൂടായി പറയാത്തോണ്ട് അതിന്റെ അർത്ഥം മനസ്സിലായില്ല. ഞാൻ പറയാം. നോട്ട് ദ പോയിന്റ്. അവൻ മാഷിനെ ഉടായിപ്പെന്ന് വിളിച്ചു. അത് തമാശയല്ല, ഒരു യാഥാർത്ഥ്യമാണ്. അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ശരി, അവരെ കുറിച്ചാണ് ഇത് പറയുന്നത്. വന്നോണം, കളിച്ചോണം, തോറ്റിട്ട് പൊക്കോണം. ഞാൻ ഒന്നുകൂടെ പറയാം. വന്നോണം, കളിച്ചോണം, തോറ്റിട്ട് പൊക്കോണം. കറക്റ്റാ? അതല്ലേ ഉള്ളൂ. നല്ല പുതുമയുണ്ട്. നല്ല പുതുമയുണ്ട്. പുതുമയുണ്ട്. എന്താണ് നിങ്ങൾ ചിരിക്കാത്തത്? ഇതുപോലെ ചീഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകന്റെ ശിഷ്യനൊന്നും കൊല്ല. ഞങ്ങൾ ആക്രമിക്കും. ആക്രമിക്കണം. അതാണ് വന്നോണം. അല്ല, അത് ഞങ്ങളെ നോക്കി പറയരുത്, അവരെ നോക്കി പറഞ്ഞോണം. അത് ശുദ്ധഹാസ്യത്തിന് ഒരു വിലയില്ല ഇവിടെ. ഓൾറെഡി ഒരു ഐറ്റം ചീഞ്ഞ് അതെടുത്തിട്ട് അല്ല, ഒരു കാര്യം ചെയ്യാം. ആ ഐറ്റം അവിടെ കിടക്കട്ടെ. ഈ പൂവൊക്കെ എടുത്ത് കളയുന്നൂടെ കളയാതെ. ഓക്കെ, ഞാൻ പറയാം. ഒരു മിനിറ്റ്. ഇവിടെ ചർച്ച ഇതിലെന്താ തമാശ ചോദിച്ചു. ഈ കുട്ടിക്ക് അത് പൂർണ്ണമായിട്ട് മനസ്സിലായല്ലോ. ഒന്നുകൂടെ തമാശയാണെന്ന് പറഞ്ഞില്ല. ഒന്നുകൂടെ പറഞ്ഞു. അതായത് കുട്ടി വന്നോണം,
ഓണാണല്ലോ അപ്പൊ വന്നോണം ഓണം ഇവിടെ നീ മേലാൽ ഇവിടെ എങ്ങാനും കണ്ടാൽ അജയന് പറയാൻ എനിക്ക് മനസ്സിലായില്ല. അതായത് വന്നോണം ഇങ്ങനെ നിന്നോണം പൊക്കോണം കമന്റ് പറഞ്ഞിട്ടേ അങ്ങ് പൊക്കോണം മിണ്ടാതിരുന്നോ. നിങ്ങളെ ചർച്ച കഴിഞ്ഞെങ്കിൽ ഞങ്ങൾക്കൊന്ന് വരായിരുന്നു. യെസ് പ്ലീസ് കണ്ടിന്യൂ. അടുത്ത എന്താണ് ജീവ കോമഡി? ഇത് ഐറ്റം വേറെ ഓണാഘോഷത്തിന്റെ ആദ്യത്തെ ഗെയിമിന്റെ 2 റൗണ്ട് കഴിയുമ്പോഴുള്ള പോയിന്റ് നില പറഞ്ഞുതരാം. KF 2 പോയിന്റ്, PPC 1 പോയിന്റ്. സാറേ ഇനിയും ഗെയിം കിടക്കല്ലേ? തലേനേടി മത്സരത്തിലെ ലാസ്റ്റ് റൗണ്ട്. തലേണ മത്സരത്തില് 3-ാം റൗണ്ടാണ്. ഇപ്പോ ഈക്വലായിട്ട് നിൽക്കുകയാണ്. ഇനി ഫൈനലാണ്. KMCക്ക് വേണ്ടി ഡെയിൻ ആൻഡ് PPCക്ക് വേണ്ടി ജീവ. റെഡി ടു ഒന്നുകൂടെ മത്സരത്തിൽ ആര് ജയിച്ചാലും അവർക്ക് ബാലയുടെ വക സമ്മാനമുണ്ട്. അങ്ങനെ വാശിയേറിയ 3-ാമത്തെ റൗണ്ട് അവസാനിക്കുമ്പോൾ ആരാന്ന് പറയാൻ ചേട്ടാ, ഞാൻ ജയിച്ചിരിക്കുന്നു. ഒരു സീൻ കാണിച്ചു തരാം. തോറ്റ് നിരാശരായിട്ടിരിക്കണോ? അവന്റെ പേര് മാത്രമേ ജീവനുള്ളൂ. ഈ മത്സരം തുടങ്ങിയപ്പോ എന്റെ വക എത്ര 10 ലക്ഷം, 5 ലക്ഷം, പിന്നെ എന്റെ ഡയമണ്ട് വാച്ച് 10 ലക്ഷം. ഇപ്പൊ നിങ്ങള് ബക്രുചേട്ടൻ വക 1 കോടി. ഇതിൽ വിജയിച്ചോണ്ട് ഡെയിൻ എന്റെ വക എന്റെ ഈ കൂളി ഗ്ലാസ് അവന് കൊടുക്കാം. ഈ റൗണ്ടിൽ ഡെയിൻ ഈസ് ദ വിന്നർ. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ജീവ സോറി നെക്സ്റ്റ് ടൈം. ഓക്കേ. വാശിയേറിയ വാശിയേറിയത് മിണ്ടി തന്നെ ഇടിക്കും. എവിടെ വാശി? ഞങ്ങൾക്ക് വാശിയില്ല. ഞങ്ങൾക്ക് വാശിയില്ല. ഞങ്ങൾക്ക് വാശിയില്ല. തോറ്റ മൂത്താപ്പ ഇരിക്കുന്നുണ്ടോ? എന്നിട്ട് ഉപദേശിക്കുന്നു. ക്രിസ്മസ് അപ്പൂപ്പൻ. 60 വയസ്സുള്ള ഈ കാരണ ഒരു 2 അടി കൊണ്ടിട്ട് താഴെ പോകും. നീ ആദ്യത്തെ അടിക്കുന്നല്ലേ? ഞങ്ങൾക്ക് വാശിയില്ലടാ. അതെ, സ്കോർ പിന്നെ പറയൂ. വാശിയേറിയ ഓണത്തല്ല്, അതായത് തലേനേടി മത്സരത്തിൽ ഒന്നിനെതിരെ 3 പോയിന്റുകൾക്ക് മൊത്തം 4 പോയിന്റുമായിട്ട് അപ്പൊ തലേണ മത്സരത്തിൽ എന്താണ് പറഞ്ഞത്? തലേണ മത്സരത്തിൽ നിങ്ങൾ ലീഡ് ചെയ്യുന്നു 2-1 സ്കോർ. ഓക്കെ, തലേണ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനമാണ് മിൽമയുടെ പ്രൈസ് ആണിത്. ആൻഡ് ദ വിന്നർ ഈസ് KMC. അഴിമതിയാണ്, 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 അഴിമതിയാണ്. KMCയിൽ അഴിമതിയാണ്, 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 അഴിമതിയാണ്. KMCയിൽ അഴിമതിയാണ്, KMCയിൽ അഴിമതിയാണ്, 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 അഴിമതിയാണ്. KMCയിൽ അഴിമതിയാണ്, KMCയിൽ അഴിമതിയാണ്. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ഓണാഘോഷം. അവിടെ നില്ല ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെന്ന് വെള്ളം വെച്ചാൽ അങ്ങനെ എന്നാ അങ്ങനെ വന്നവരൊക്കെ കെട്ടിവിടാനൊക്കോ? ആരെവിടെ? ഓണായിട്ട് വെറുതെ ആവശ്യമില്ലാതെ എന്നേട്ടാ ഷൂട്ട് നടക്കുമല്ലേ? എന്നെ പ്രശ്നം എന്നാ? എന്നാ കുറെ നേരമായി ഫ്ലൈറ്റ് ഡിലേ ആയി എന്നൊക്കെ പറഞ്ഞു ഒരു അജാനഭാഗം അവിടെ കിടന്ന് ബഹളം പൊക്കെ എന്നെ കയറ്റിവിടിയായിട്ട് ഞാൻ ഫ്ലൈറ്റ് ഡിലേ ആയിട്ട് വന്ന ആരെ കിടന്ന് പുറത്ത് ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും എന്നും പറഞ്ഞ് ചിരിച്ചു കൊടുക്കണത്. ഇതിനാണേലും ജിങ്ങാണേലും എന്ത് ചെയ്യണം? അതല്ലെന്ന് മറ്റേ ആങ്കറില്ലേ ഇവിടെ ആവശ്യമില്ലല്ലോ, ജീവ നിൽക്കല്ലേ, പിന്നെ ഒരു ആങ്കർ ആവശ്യമുണ്ടോ? അതല്ല, TV കണ്ടിട്ടൊക്കെ ഉള്ള ആളാണ് കയറ്റി വിടേണ്ടത്. നമുക്ക് വന്നിട്ട് നോക്കാമല്ലോ ബാക്കി. വിളിക്കണോ? വിളിക്ക്, ഞാൻ വിളിക്കാം. എന്തെങ്കിലും സീൻ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ പറയാം, അങ്ങനെ തിരിച്ചു കൊണ്ടുപോകണം. ഓക്കെ, എനിക്ക് നിങ്ങൾ മതി. ഹലോ സുഹൃത്തേ, ഇങ്ങ് വാ. ഇങ്ങോട്ട് എന്നോട് ചൂടായിട്ട് കാര്യമുണ്ടോ? നിങ്ങളവിടെ തളർന്നു വെച്ചാൽ എന്ത് ചെയ്യണം? കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ കുറെ ഗസ്റ്റ് വരുന്നുണ്ട്. എത്ര നാളെ ഷോ ചെയ്യണമെന്നറിയോ? ഞാൻ കാണാറുണ്ട്, പക്ഷെ ഇവിടെ ഈ ചെറുക്കനല്ലേ നിൽക്കണ, അങ്ങനെ എനിക്ക് കയറ്റി വിടാൻ നോക്കൂ. അല്ലേ ഞാനുള്ളത് നോക്കട്ടെ, ചേട്ടൻ വരുമ്പോ കയറ്റി വിടണം. ആണോ? പിന്നെ ഞാൻ ചെയ്തോണ്ടിരുന്നല്ലേ ഇവിടെ? പിന്നല്ലേ പുതിയതായിട്ട് എടുത്തായിരിക്കും. അതെ, എന്റെ കാര്യം ഇവിടെ ഓക്കെ ആണോ? ഹാപ്പി ഓണം. സോറി. കോമഡി ഇത് ഐറ്റം വരുടെ ഓണാഘോഷത്തിലേക്ക് ഞാൻ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആശാൻ, മിഥുൻ ചേട്ടാ, വെൽക്കം. താങ്ക് യു ജീവ, താങ്ക് യു.
നമസ്കാരം. ഞങ്ങക്ക് വേറെ ആളുണ്ട് ഈ ഓണത്തിന്. ഇത് ഐറ്റം വേറെയാണ്. അതാ നിങ്ങൾക്ക് ഈ ബ്രാൻഡിങ് പറയാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, വാക്കുകളുണ്ടെങ്കിൽ രാജകുരി ഒരു രാജകുമാരി മൈജി മിൽമ എനിക്കൊരു സമാധാനം പോയ പോലെ തന്നെ ഒരു വ്യത്യാസം. രാജകുമാരി മൈജി മിൽമ പറയണമെങ്കിൽ ഇവൻ വേണം, ഇവൻ തന്നെ ഇറങ്ങണം. ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ ഫിനാലെ കഴിഞ്ഞ ആഴ്ച ചില കാര്യങ്ങൾ ഒറ്റയ്ക്ക് എടുത്താ പൊങ്ങത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ട് കാല് പിടിച്ചിട്ട് വിളിച്ചു വരുത്തിയതാ. ഇനി എല്ലാം നോക്കിക്കോണം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് കാര്യക്കാരെല്ലാം വിളിക്കാം. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. നമ്മൾ ഓണാഘോഷം തകർത്തോണ്ടിരിക്കുക. നിങ്ങൾ എല്ലാവരുടെയും സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഒരു കാര്യം നടക്കുള്ളൂ. ലേറ്റ് ആയിട്ട് ഒരാൾ വന്ന് പുറത്ത് പിന്നെ എന്ത് ചെയ്യണം? വിളിക്കണ്ട, ലേറ്റസ്റ്റ് ആയിട്ട് വിളിക്കണം. അല്ലല്ല അതല്ല, ഇതൊക്കെ നമ്മൾ സമയം അവരെ അറിയിക്കുന്നതാണ്. കറക്റ്റ് സമയത്ത് വരിക, പൈസ വാങ്ങിക്കുന്നില്ല. നമ്മൾ ഓണമായാലും എപ്പോഴും നമ്മൾ ചോദിക്കുന്ന അത്താഴപ്പണ്ടിക്കാരുണ്ടോ ചോദിക്കല്ലേ? അങ്ങനെ ആരെങ്കിലും നമുക്ക് നമ്മളെ വിളിക്കണം. കാര്യം ഓണമാണ്, നമ്മൾ സ്വീകരിക്കണം. മനുഷ്യരെല്ലാരും ഒന്നുപോലെ. പ്രചോദനം വേറെ പറയാൻ പറ്റത്തില്ല. കാര്യം പുള്ളി പോയ ഗ്യാപ്പിലാണ് ഇവിടെ ഇരിക്കുന്നത്. അത് കളിക്കടാ, നീയാണ് ഓണത്തല്ല് ഉണ്ടാക്കാൻ ഞാൻ വിളിക്കുന്നില്ല, ആ കാര്യക്കാരനെ പ്രചോദനം വിളിക്കും. തീർച്ചയായിട്ടും ഇന്ന് ആ താരത്തിളക്കത്തോടെ നമുക്ക് കലാഭവൻ ഷാജോണെ സ്വാഗതം. അവൻ തിരിച്ചേട്ട കൈവക്കി നിൽക്കുക. ചെന്ന് കേറിക്കൂടെ? എന്റെ വെക്കിട്ട് കയറിയില്ല. എന്തോ എന്നാലും ലേറ്റ് ആയിട്ട് വന്നത് ഭയങ്കര മോശമായി. അല്ല, ഞാൻ അതെന്നാന്നറിയാമോ, കാര്യം ഞാനില്ലാതെ ഫ്ലവേഴ്സിൽ ഒരു ആഘോഷം ഞാൻ സമ്മതിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ലേറ്റ് ആയാലും ഞാൻ വന്നിരിക്കും. അപ്പൊ ഞാൻ ലേറ്റ് ആയിട്ട് വന്നത് വെറുതെ അല്ല, നമ്മുടെ ഫ്ലവേഴ്സിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അല്ല, അത് സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞാൽ അത് പൊളിഞ്ഞു. സർപ്രൈസ് ഒക്കെ നമ്മുടെ മലയാളി ഓഡിയൻസ്, നമ്മുടെ ഫ്ലവേഴ്സിന്റെ എല്ലാ ആഘോഷങ്ങളും കാണുന്ന മലയാളികൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരോടും ചോദിക്കാം. ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത് നസീർക്ക്, സംക്രാന്തി നസീർക്ക്, മലയാള സിനിമകൾ കാണാറില്ല എന്നറിയാം. താങ്കൾ കൂടുതലും ഇംഗ്ലീഷ് സിനിമകളും ഇംഗ്ലീഷ് വീഡിയോസും ഒക്കെ ആണെന്നറിയാം. അപ്പോ താങ്കൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇംഗ്ലീഷ് സിനിമകളോ വീഡിയോസോ, എത്തരത്തിലുള്ള വീഡിയോസും സിനിമകളൊക്കെയാണ്? ഞാൻ ഏറ്റവും കൂടുതൽ കാണാറുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളാണ്. ഇംഗ്ലീഷിലെ തന്നെ ചാർലി ചാപ്ലിന്റെ ആ സിനിമകൾ കാണാറുണ്ട്. ഡയലോഗ് ഇല്ല അതിൽ, അതാകുമ്പം ആരും ഇമിറ്റേറ്റ് ചെയ്യാൻ പറയത്തുമില്ല. പിന്നെ കൂടുതലും സബ് ടൈറ്റിൽ ഇല്ലാത്ത പടങ്ങളാണ് കാണുന്നത്. ശബ്ദമേ വയ്ക്കാതെയാണ് ഭാഷ പ്രശ്നമില്ലാത്ത പടങ്ങൾ. താങ്കള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളാണ് കാണുന്നു പറഞ്ഞു. അപ്പൊ ഇംഗ്ലീഷിൽ ഏറ്റവും ഇഷ്ടമുള്ള, നസീർക്ക് ആരാധിക്കുന്ന, കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നടിയുടെ പേരെന്ന് പറയുമോ? ചോദിച്ചല്ലേ? അപ്പോ ഈ നിൽക്കുന്ന ആരോട് ചോദിച്ചാലും ഒരൊറ്റ പേരേ ഉണ്ടാവുള്ളൂ. ആ പേരുകാരിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളതെല്ലാം. സർപ്രൈസ് ആയിട്ട് പ്രത്യേകം പിടിച്ചോണം. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ സണ്ണി ലിയോണി. ഒപ്പം മറ്റാരുമല്ല, നമ്മളെല്ലാവരും ഒരുപാട് ബഹുമാനിക്കുന്ന, ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ഡയറക്ടർ, ഡാൻസർ, കോറിയോഗ്രാഫർ, ആക്ടർ പ്രഭുദേവ. Oh, you're gonna feel
ചൊരീണം നിറച്ച ദിനങ്ങൾ അകറ്റി ഞാൻ അതിങ്ങളിൽ തടങ്ങളിൽ നിറഞ്ഞു കാണാൻ ഒരുങ്ങി ഞാൻ എന്നെന്നും എന്നിലെ എന്നെ നിന്നിൽ കണ്ടു ഞാൻ ഓണത്തിന് ഇതിനപ്പുറത്തേക്ക് നമുക്കുള്ള ഒരു കളർ പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. This is the moment. ഇവിടെ എല്ലാവർക്കും വേണ്ടി I'll tell you, we are all huge fans. Yes, sir. Our whole generation, we all actually tried to dance just seeing this man. I mean, Exactly. the way he has actually redefined dancing as we know it is something that is a history. Sir, I'm not even exaggerating one bit of this. And you know what I'm talking about. Sir, അത് മാത്രമല്ല വേറൊരു കാര്യം സാറിൻ്റെ അടുത്ത് നന്ദി പറയാനുണ്ട്. നമ്മുടെ മമ്മൂക്കയെ കറക്റ്റായിട്ട് ഡാൻസ് കളിപ്പിച്ച ഏക ആളാണ്. ஃபர்ஸ்ட் ஆஃப் ஆல் எல்லாருக்கும் வணக்கம், ஹாப்பி ஓணம். எனக்கு இது புது எக்ஸ்பீரியன்ஸ் இந்த சேனலுக்கு வந்து உங்களோட எல்லாம். அண்ட் தேங்க்ஸ் ஃபார் யுவர் ஸ்வீட் வேர்ட்ஸ். என்ன வாட்ஸ் த क्वेश्चन? സർ മമ്മൂട്ടി സാറിന് ഡാൻസ് കളിപ്പിച്ചില്ലേ സർ? No, ആ ശാന്തമീ രാത്രിയിൽ. No, what I'm telling you, everybody don't have to dance. He is greater in something. He is Absolutely, come on. So I have the chance to work with him, thanks to him. But he tried his best. We actually say his best dancers ശാന്തമീ രാത്രിയിൽ from Johnny. Oh, அப்படிங்களா? Thanks. Thank you. Thank you, sir. Welcome, everyone. Please welcome the legend Prabhudeva. And of course, everybody who is working in Flowers has showed up today. Just for one name. Yes. Sunny Leone. Yay! Thank you. Sunny, again, I'm telling you, the way you have redefined your life, the way you have actually inspired everyone around you, I really should say, everyone, please. Thank you so much. ഓണത്തിന് ശരിക്കും പറഞ്ഞാൽ സണ്ണിയെ നമുക്ക് ഇവിടെ ഗസ്റ്റ് ആയിട്ട് കിട്ടിയതും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അവരുടെ ജീവിതത്തിലെയും ഏറ്റവും നല്ല മൊമെന്റ്സിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. Your twins, how are they? They're very good and very naughty. Asher and Noah, right? Yes. Asher and Noah, and how's Nisha? Nisha's perfect. നിഷ എന്ന് പറയുന്നത് ആ കുട്ടിയെ ശരിക്കും ലാത്തൂരിൽ നിന്ന് ഇവര് 21 മാസം മാത്രം പ്രായമുള്ള കുട്ടിയെ എടുത്തു വളർത്തിയതാണ്. അങ്ങനത്തെ ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉള്ളതാണ്. ബട്ട് ദ ബ്യൂട്ടി സർപാസസ് ഇറ്റ് ഓൾ. സോ വി ആക്ച്വലി സീ ദ ബ്യൂട്ടി ഫസ്റ്റ് ആൻഡ് ദെൻ വി ടോക്ക് അബൌട്ട് ഓൾ ദ തിങ്സ് ലേറ്റർ. So sweet. Thanks for coming over. Thanks for നമ്മുടെ ഇൻവൈറ്റ് സ്വീകരിച്ച് ഇവിടെ വന്നതിന് വളരെ നന്ദി. Thank you for coming here. Something. And Sinu has done a great job of meeting. Sinu, the director of Peda Rap. The reason they are here, നന്നായിട്ട് മലയാളം പഠിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. So, Sunny, tell me, how was your experience? I mean, this is not your first one in Malayalam. You've done No, but it was my first time working with Prabhu sir. Of course. And I was so nervous and so scared, and I have crazy OCD because I wanted everything to be perfect. Because he is perfect, and I'm thinking this is so much pressure dancing next to him. But he's so nice and so kind, and he's like, chill, relax. Everything will be fine. And the way that the song has turned out is absolutely amazing. And I think that when everybody watches this step will be something everybody will be doing on a dance floor. Absolutely. Sir, so there was one signature step that you taught Sunny Leone, or? No, actually, I'm not the choreographer. Bhubadi, no. Bhubadi was there. But I was there. She was like, but she did good. She did. She's a very hard worker. I used to ask Bhubadi always, sir, very hardworking, sir. She comes and does it. Still, she's a superb hardworking. She did. And she came and with the shooting spot, she did easily. And how was it your experience working with Sunny? No, great. I have heard about her. I know one more of my friend is Vishnu. So we used to talk about her. He used to tell, sir, very, very nice girl, sir, very nice girl. I always used to tell nice girl. Very nice girl. Very heart is so pure and very nice girl. Like that. Working with a nice girl, it is a superb experience. Absolutely. We all know We that. definitely had so much fun on set. So again, we talked about Mammootty sir here.
you also had a chance to work with him. I did. In Madhura Raja. Madhura Raja. How was it? It was absolutely amazing. I think that was one of one of those songs that I'll always remember. The set that they had created. Mohamundiri. Yes. The dance steps and him being there. It was unbelievable. And ഈ കൂട്ടത്തില് നമ്മുടെ കൂട്ടത്തില് ഇദ്ദേഹത്തെ അഭിനയിച്ച ഒരാള്, അതായത് പേട്ടറാപ്പിൽ അഭിനയിച്ച ഒരാള് ഇവിടെ നിപ്പുണ്ട്. ജീവ, നമ്മുടെ നമ്മുടെ ഷാജോൻ ചേട്ടൻ നിപ്പുണ്ട്. ഐറ്റം വേറെയുടെ സ്വന്തം ഷാജോൻ ചേട്ടൻ നിപ്പുണ്ട്. അപ്പുറത്ത് ഡിയോന്റെ കാര്യത്തിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ഇവിടെ വിളിച്ചിട്ടില്ല. സണ്ണിയെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. Dane, hi. How are you? Good, how are you? He's not a part Yeah, of the show. fine. He just came in just for you. Oh, really? Just for you. Doing another show, but I want to hear now. That's why I... നീ ഇംഗ്ലീഷ് പറയരുത്. അതല്ലടാ ഞാൻ മിണ്ടായിരിക്കുന്നേ. അവൻ മെനിങ്ങാന്ത ഷൂട്ട് കഴിഞ്ഞ് പോയിട്ടില്ല, ഇന്നലെ ഇവിടെ കിടപ്പ്. Sunny Leone, actually what she did was to Kerala, what she did to us Malayalis is that she redefined inaugurations as we know it. The first time ever the whole of Kerala came together to Kochi for an inauguration was when Sunny Leone came down for an inauguration. എല്ലാവരും ഒരുമിച്ച് ഒരിടത്ത് ആദ്യമായിട്ട് വന്നത് നമ്മുടെ സണ്ണി ലിയോണിയുടെ ഇനോഗ്രേഷൻ അല്ലേ? അത് കഴിഞ്ഞല്ലേ നമ്മുടെ ഈ വലിയ കൂട്ടങ്ങളെ കണ്ടിട്ടുള്ളത്. അന്ന് നസീർക്ക പോയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. സത്യമാണ് നസീർക്ക? ഇതിൻ പറഞ്ഞ എല്ലാം കറക്റ്റ് ന്യായമായ കാര്യങ്ങളെ ഇതിൻ പറയുള്ളൂ എന്നറിയാം. അതുകൊണ്ട് സത്യം അത് ഞാൻ 3 ദിവസം മുമ്പ് കേരളത്തിൽ പരിചയപ്പെടുത്തി കൊടുത്ത നസീർക്കയാണ്. തീർച്ചയായിട്ടും കേരളത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ആണല്ലേ? അതെങ്ങനെയായിരുന്നു നസീർക്ക അതിന്റെ ഒരു അനുഭവം? അതൊക്കെ ചരിത്രങ്ങളാണ്, നമുക്ക് അതിനുള്ള ടൈം ഇല്ലാത്ത കാര്യത്തിലേക്ക്. കോമഡി ഇത് ഐറ്റം വേറെ ഓണാഘോഷം കോപ്പവേർഡ് ബൈ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ്, മൈജി ഫ്യൂച്ചർ ആൻഡ് മിൽമ. മിഥുൻ ചേട്ടാ, അടുത്ത പരിപാടിയിലോട്ട് കടക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഇവരെ രണ്ടുപേരെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റും വന്ന്. അതെ മിഥുനെ ഒന്ന് നിർത്തണം. ഞാൻ രാവിലെ മുതൽ ഞങ്ങൾ സെക്യൂരിറ്റി ഇങ്ങനെ നിൽക്കാൻ പറ്റാനില്ല, കുടിയൊഴിപ്പിച്ചോണ്ടിരിക്കല്ലേ. സണ്ണി ലിയോണി വരണമെന്ന് പറഞ്ഞു ഒരാഴ്ചയായിട്ട് ടെന്റ് അടിച്ച് ഇവിടെ കിടക്കും ഓരോരുത്തർ, എല്ലാരും ഒഴിപ്പിച്ചോണ്ടിരിക്കുക. അതിനിടയിൽ ഒരു തമ്മന്നേക്ക് ഒടുക്കത്തെ ഭ്രാന്ത്, അതായത് സണ്ണി ലിയോന്റെ കടുത്ത ആരാധകനാണ്, പക്ഷെ ആള് ജെനുവിനാ. എങ്ങനെ ഒന്ന് പെർമിഷൻ എടുക്കണം, എനിക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റില്ല. Sunny, a huge fan of yours is here. The only thing is he wants to see you. Is it okay if I bring him in? Sure. It's fine? Yes. വിളിക്കാൻ പറഞ്ഞു. Okay എന്ന് പറഞ്ഞു. Thank you Sunny. Thank you. ആരായി ഇരിക്കുന്നത്? അത് ശരി, ഭയങ്കര ആരാധകനാന്നോട്ട് ആരാന്നറിയാൻ പാടില്ല. അതാണോ ഞാൻ ചോദിച്ചത്? എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എത്ര നാൾ കൊണ്ടത് കാണണമെന്ന് ആഗ്രഹിച്ചാന്നറിയാവോ? ഒന്ന് പറഞ്ഞുകൂടെ എനിക്ക് എത്ര നാൾ കൊണ്ട് കാണണമെന്ന്? He wanted to see you for a long time. He has actually come everywhere to see you. Oh, so sweet. ഓ ഞാൻ അന്ന് എറണാകുളത്ത് വന്നായിരുന്നു. ഇവിടെ വന്നപ്പോ എറണാകുളം ഇനോഗ്രേഷൻ വന്നല്ലേ? ഇനാഗ്രേഷൻ കണ്ടായിരുന്നു, ഫോട്ടോ എല്ലാരും പോയി. അത് പറയണ്ട. അല്ല അന്നേരം കാണാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. He came to Cochin when you came for the inauguration. He was there but he couldn't see you. അന്ന് കാണാൻ വേണ്ടി ഞാൻ കേറി ഒരു ടവറിന്റെ മേളിൽ കയറിയിരുന്ന് അവിടെ ഇരുന്നാ കണ്ടത്. അവസാനം ഫയർഫോഴ്സ് വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തിയത്. അതിന്റെ ഫയർഫോഴ്സ് ആവേശത്തിന് കയറിയല്ലോ, തന്നെ ഇറങ്ങാൻ പാടില്ല. അല്ല ആദ്യം സണ്ണിയെ കാണാൻ വേണ്ടിയുള്ള ആവശ്യത്തിന് അക്കയെ കാണാൻ വേണ്ടി കയറി അങ്ങ് പോയി. അക്ക അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ആവേശം അങ്ങ് പോയി. പിന്നെ ഫയർഫോഴ്സ് വന്നിട്ട് നേരെ താഴെ ഇറക്കി. ഗിഫ്റ്റ് കൊടുക്കണം. ഞാൻ കഷ്ടപ്പെട്ടു, ഞാനാണോ? വേണ്ട അതിനൊക്കെയാണ് ഞാൻ കൊടുത്തോളാം. ഹലോ അതിന് നമുക്ക് ഇവിടെ ആൾക്കാരുണ്ട്. നിങ്ങൾ അങ്ങനെ കൊടുത്തില്ല. എന്റെ ഒരു ആരാധനയല്ല ഒരു ഗിഫ്റ്റ്. പക്ഷെ അത് അവർക്ക് സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. Sunny, he has a gift for you, a very personal gift. He'd love to give it to you. Can you come over and receive it? Sure. Yeah, please. വന്ന് എന്റെ അടുത്ത് വന്ന് എന്റെ അടുത്ത്. എന്തോ ഒരു 11 kg കയറി പോയാണ്. ഗിഫ്റ്റാണ്. Look at that. That's all our childhood pictures. But listen, this is not me. കൊച്ചുനാൾ ഏകദേശം ഇതേപോലെ ഇരുന്നതാണെന്നാണ് എന്റെ ഭാവനയില്ലേ. That's not me. ബാക്കിയെല്ലാം ഓക്കെയാണ്. In his imagination you are like that. That's okay. ബേബി ഫാമിലി ആണോ? All the others are right, right? Yes. I think he googled out all the pictures, but the one that he has been holding on
is something wrong. അല്ല ഇതെല്ലാവരും എല്ലാവരുടെയും ഫാനാണ്. അതെ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. പക്ഷെ എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതേപോലെ അല്ല, പിന്നെ അത്രയ്ക്ക് ഭീകരമായ ഇഷ്ടമാണ്. നീ എത്ര ഫാനാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തെളിവുണ്ടോ നിന്റെ തെളിവാ പറഞ്ഞാ പോരല്ലോ. തെളിവാ എന്താ? What are you doing? എന്താ കാണിക്കണം? തെളിവ് എന്താ വേണം? തെളിവ് ഗജനിയിലെ സൂര്യ. Shall I sign it? എല്ലാം Do you have a- do you have a- I'll hold it for you. പിടിച്ചു നിക്കണേടാ, പിടിച്ചു നിക്കണേ, പിടിച്ചു നിക്കണേ. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചാറ്റുമഴച്ചോലയിൽ വന്ന പൂത്തുലഞ്ഞിടുമോ ചൊല്ലാതെ. സ്ക്രിപ്റ്റിലുള്ള സാധനമല്ല ഇതൊക്കെ കയ്യിൽ സത്യമായിട്ടില്ലായിരുന്നു. കൈ നിട്ട് കളിച്ച് കയറട്ടെ. 2 വർഷം ഫ്ലവേഴ്സ് ചെയ്യുന്ന ഇവന് സാലറി ഇല്ല. ഇതോ ഹേ ഹിസ്റ്ററി. ഇതേതാ 2 കുരുവികൾ തമ്മിലിരിക്കും, ഞാനും സണ്ണിയൊക്കെ. ഇതിനൊക്കെയുള്ള കാശ് എവിടുന്നാടാ? കാശ് എന്ന് പറഞ്ഞാൽ അപ്പൂപ്പന്റെ പെൻഷൻ എടുത്ത് യൂസ് ചെയ്യും. പിന്നെ അമ്മ തൊഴിലുറപ്പിന് പോലെ പൈസ എടുക്കും. എന്തായാലും മാസം ഞാൻ അക്കയുടെ ഇതിന് വേണ്ടി ഓരോ ടാറ്റുവിന് വേണ്ടി പൈസ വെക്കും. അപ്പൊ എന്തായാലും കഴിഞ്ഞല്ലോ, പോകാമല്ലോ. വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. First of all, thank you for being a sport. ചിന്ന വയസ്സില് എന്നോട് അമ്മയുണ്ട്. ഞാൻ സ്കൂളിൽ പോർക്ക് വാ മോനെ കാതലം പടം പാക്കാം. இந்த மாதிரி ஒரு big fan என் அம்மா டான்ஸ் மைர big fan. சார் அவரோட அம்மா உங்களோட big fan. We'll see. அம்மா കണ്ടോ? എന്റെ സാറേ എന്നോടുള്ള ആഗ്രഹം സാറിനൊന്ന് കാണാനായിട്ട്. എത്ര വലിയ ഒന്ന് കണ്ടോട്ടെ മോനെ പോയിട്ട്. എടാ ഞാൻ പറയണതേ, ഈ അവസരത്തിൽ അമ്മയുടെ ഒരു പെർഫോമൻസ് ഡാൻസ് ഞാൻ പറയാം. അറിയാലോ അമ്മയെ കുറിച്ച് അറിയാലോ, ഒന്ന് പറഞ്ഞു. അമ്മയുടെ ഡാൻസ് ഇസ് വൈറൽ. സോ പ്രഭു സാറിന് വേണ്ടിട്ട് അമ്മ ഒരു ഡാൻസ്, ഒരു 2 സ്റ്റെപ്പ് അല്ലേ? പിന്നെ ഞങ്ങള് അന്താ സിനിമ കാതല സിനിമയില് അമ്മ ഓർമ്മ അമ്മ പഠിപ്പിച്ച ഡാൻസ്. അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഞാൻ പ്ലേ ചെയ്യാം. പഴി വാങ്ങി കൂട്ടിയാലും നാം ഒന്നിക്കും കൂട്ടർക്കും താങ്ങാണല്ലോ. നിന്നോക്കും മറുവാക്കും അത് കിട്ടും നേരം കൊട്ടും കൂടം ഇല്ലേ അതുമില്ലേ നാട്ടേക്ക് ചിരി നീട്ടി പാടും ഇഷ്ടം അത് മാത്രം ഇല്ല. കത്തി കുത്തും കത്തിക്കല്ലും മരികൾ ഒരു കത്ത് അത് വായിച്ചു ബോധിച്ച് കൂടെ പോന്നൂടെ. ചുല്ലാടേ ചുല്ലാടേ ചുല്ലു തുറച്ചാലും ചില്ലാടേ തല്ലാടേ തല്ലാടേ തട്ടി ഉടച്ചാലും പുല്ലാടേ ചുന്തി
இல்ல நீங்க ஃபுல் டே போட்டுக்கிட்டு ஆடிக்கிட்டே അത് സാർ ടെൻഷൻ മൂച്ചു വാങ്ങുന്നു പറഞ്ഞോണ്ടിരിക്കുക. எனக்கு பயமா இருக்கு மூச்சு வாங்குது. பட் ஷீ இஸ் நாட் ஸ்டாப்பிங். அதனால கிரேட் கிரேட் சூப்பர் சூப்பர். ലീലാമ്മ லீலாமா ஜி ലീലാമ വൈറൽ. I enjoyed it. Super. What an energy. Super. And again, you just started off. Chaplin, Chaplin. ஒரு சின்ன கிஃப்ட் கொண்டு வர சார் உங்களுக்காக ஒரு சின்ன கிஃப்ட் இருக்கு. ஒரு அனியன் இருக்கு. இவர் ஃபேமிலி மொத்தமா இவர் மட்டும் தான் சன்னி லியோன் ஃபேன். ബാക്കി രണ്ടുപേരുമേ പ്രഭുദേവ ഫാൻ. ഞാൻ ഫാൻ ആണ് സാർ. അല്ല എനിക്ക് ഒരു അനിയൻ ഇരിക്ക. അവൻ പ്രഭുദേവ സാർ എന്ന് പറഞ്ഞാൽ മരിക്കും. പ്രഭുദേവ സാറിനാ മരിക്കുവായിരുന്നു. അപ്പൊ അത് ഒന്ന് സാറിന്റെ പേരിൽ ജീവിക്കാണ്, പ്രോഗ്രാം ചെയ്യാണ്. ഒന്ന് ജസ്റ്റ് കണ്ടല്ലോ. ഓക്കെ അവൻ പിള്ളേരുമായിട്ട് നിൽക്കുകയാണ്. വാ ഓടി വേടാ. ആരാന്നേ ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ തീയാടാൻ തിറയാടാൻ മാണിക്കക്കാവിലുറഞ്ഞാടാൻ ഓനാന്ന് ഓനാന്ന് എത്തുപിടിക്കണതോനാന്ന് നേരാന്നേ നേരാന്നേ കൂട്ടിന് വന്നതവനാന്നേ മണ്ണാന്ന് മണ്ണാന്ന് വന്ന് വിളയണ മണ്ണാന്ന് പോയോരും വന്നോരും ചോര പൊടിച്ചൊരു മണ്ണാന്ന് പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയണ നിറയണേ കണ്ടിര കണ്ടാടാ പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയണ നിറയണേ കണ്ടിര കണ്ടാടാ. ഞാൻ എന്നോട് കുടുംബം நல்ல குடும்பம். நல்ல குடும்பம். ഞങ്ങളെ കുടുംബം എല്ലാം ഫസ്റ്റ് ഡേ പേട്ടർ ഓഫ് സിനിമ പാക്കല. ഓക്കെ താങ്ക് യു. Thank you.